പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. വീണ്ടും ഈ തീർത്ഥാടനത്തിന് വന്ന് ചേർന്നിരിക്കുകയാണ് നമ്മൾ. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അനുസ്മരണം നമ്മളിവിടെ കൊണ്ടാടുകയാണ്. കർത്താവ് ഒരിക്കൽ കൂടി ഒരു അവസരം തരികയാണ്. കർത്താവിന് നല്ല പ്രതീക്ഷയാണ്. കാരണം ഈ കുർബാനയിൽ ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ദൈവം തരുന്നത്. നല്ല പ്രത്യാശയാണ്. രക്ഷപ്പെടും എന്നുള്ള വലിയ പ്രത്യാശയാണ്. ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തും എന്ന് നല്ല പ്രത്യാശയാണ്. ഇല്ല, മക്കളെ പഠിപ്പിക്കാനായിട്ടും നല്ല പൈസയും മുടക്കി സ്കൂളിലേക്ക് വിടുമ്പോൾ അവർ നന്നായിട്ട് പഠിക്കും എന്നൊരു പ്രത്യാശ അപ്പനോമയ്ക്കുണ്ടാകിയല്ലേ എന്ന് പറഞ്ഞ പോലെ കൃപ തരാൻ വേണ്ടി പരിശുദ്ധ കുർബാന നൽകി അതിനുവേണ്ടി ഇങ്ങനെ ഒരുക്കുമ്പോൾ ഈ 1 മണിക്കൂർ സമയത്ത് പോലും ദൈവത്തിന് വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? മുഴുവൻ സമയം ശ്രദ്ധയോടെ പങ്കുചേരാൻ പറ്റുമോ? അല്ലാതെ പാഴാക്കി കളയുമോ ദൈവം തരുന്ന കൃപ? കുഞ്ഞുങ്ങൾ പഠിക്കാതെ ഉഴപ്പി നടന്ന് അപ്പൻ മുടക്കിയ പൈസ വെറുതെ പാഴായി പോകുന്നത് പോലെ കൃപകളെല്ലാം പാഴായി പോകുമോ? ഈ സമയം ദൈവം തരുന്ന കൃപ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബലി ഭക്തിയോടുകൂടി അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ ഈ മാതാവിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കരേറുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഇസ്രായേൽക്കാർ റംസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. ഇതര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹം അവരോടൊപ്പമുണ്ടായിരുന്നു. പുറപ്പെട്ടു. വളരെ ആടുകളും കന്നുകാലികളും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോന്ന മാവ് പുളിപ്പിക്കാത്തതിനായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരമൊരുക്കുവാൻ അവർക്ക് സമയം ലഭിച്ചില്ല. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയായ അന്നു തന്നെ കർത്താവിൻ്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. അക്കാരണത്താൽ തലമുറ തോറും ഇസ്രായേൽക്കാർ ഉറക്കമിളച്ചിരുന്ന് ആ രാത്രി കർത്താവിൻ്റെ ബഹുമാനാർത്ഥം ആചരിക്കണം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ 2ആയി വിഭജിച്ചു. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. Hallelujah, 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 hallelujah. ദൈവം രക്ഷയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തി. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടു കൂടെ.
മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവിലേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേർ അവിടെ നിന്ന് പോയി യേശുവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേർ അവൻ അനുഗമിച്ചു. അവരെല്ലാം അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദമാരും കേൾക്കുകയുമില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ് ഞങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരിക്കെടുത്തുകയുമില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനം അവസാനിക്കുന്ന ഭാഗത്ത്, പ്രത്യേകിച്ച് സുവിശേഷം, അത് മത്തായി 12:21 20ഉം 21. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ് ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരിക്കെടുത്തുകയുമില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. ഇത് നമ്മൾ ഈ വചനത്തിൻ്റെ വളരെ ഡയറക്റ്റായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ കർത്താവിന് നമ്മളോടുള്ള സ്നേഹം വളരെ വ്യക്തമാണ്. ഇന്നത്തെ ഒന്നാം വായന നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് ഒരു രാത്രി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രി, ഹോളി നൈറ്റ്. നമ്മൾ പെസഹ ജാഗരം എന്ന് പറയല്ലേ, അത് രാത്രിയാണ് പെസഹ ജാഗരം. അത് മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടാടുന്നൊരു കാര്യമാണ്. അത് ഈ പുറപ്പാട് അനുഭവത്തിൻ്റെ, അതിൻ്റെ പുതിയ നിയമത്തിലെ പുറപ്പാട് അനുഭവമാണ്. ഈശോയുടെ കുരിശന്മാരാണ് പെസഹ രഹസ്യങ്ങളൊക്കെ കൊണ്ടാടുന്ന പെസഹ ജാഗരം. അപ്പം അതുപോലെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് 430 വർഷമാണ് ഈജിപ്തിൽ അവർ കഠിന യാതനകളിലൂടെ കടന്നുപോയത്. അവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. ദൈവമാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ദൈവം വലിയ പ്രതീക്ഷയോടുകൂടിയാണ്, പ്രത്യാശയോടുകൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ദൈവം ഉറക്കമൊളിച്ച രാത്രി എന്ന് പറയാം. ദൈവം ജാഗരം സൂക്ഷിച്ച ഹോളി നൈറ്റ്, അതാണ് ഇസ്രായേലിയരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന രാത്രി. അപ്പം ദൈവം ചെയ്യുന്ന പണി, ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന പരിശ്രമങ്ങൾ വളരെ വലുതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതിൽ? മോശയെ റെഡിയാക്കുന്നു. മോശയ്ക്ക് പറ്റാത്തത് കൊണ്ട് വർത്തമാനം പറയാൻ അഹറോനെ കൂടെ വിടുന്നു. എന്നിട്ട് ഫറവോ ഹൃദയം കഠിനമാക്കിയത് കൊണ്ട് എത്ര അത്ഭുതങ്ങൾ ചെയ്തു. അവസാനത്തെ പണിയാണ് ആദ്യജാതരെ വധിച്ചു കളയുന്നത്. അത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രം ദൈവം ചെയ്ത കാര്യമാണ്. ഒരു ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്ത കാര്യമാണ്. അപ്പം നമ്മൾ ഇതൊന്ന് ധ്യാനിക്കണം. നമുക്ക് വേണ്ടിയിട്ടും ദൈവം ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദൈവം. അത് വ്യക്തിപരമായിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ തന്നെ ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ ദൈവം ഇങ്ങനെ തള്ളിക്കളയല, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ ദൈവം അങ്ങനെ ചെയ്യല. കാരണം പുകഞ്ഞ തിരി കെടുത്തുകയില്ല, ഒടിഞ്ഞ ഞാങ്ങണ, അതായത് ചതഞ്ഞ ഞാങ്ങണ ഒടിച്ച് കളയുകയില്ല. ഈ ഞാങ്ങണ എന്ന് പറയുന്നത് അത് ഇങ്ങനെ ചെറിയ പുല്ലാണ്, ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരുന്ന, അത് ഓട എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഈ കുറച്ച് കനമൊന്നുമില്ലാത്ത, അധികം മണ്ണൊന്നുമില്ലാത്ത, അത് പെട്ടെന്ന് ചതഞ്ഞു, അതിൽ ക്ഷീണമാണ്. അപ്പം അതിനെ പിന്നെ ഒടിച്ച് കളയലെന്ന്. നമ്മളിങ്ങനെ പാപം ചെയ്തൊക്കെ ബലഹീനപ്പെട്ട് നിൽക്കുമ്പോൾ നിന്നെ ഞാനിനി രക്ഷിക്കല, നിനക്ക് വേണ്ടെന്നൊക്കെ ചെയ്തിട്ട് നീ ഒന്നും പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമെങ്കിലും തള്ളിക്കളയല. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അതാണ് ദൈവം തള്ളിക്കളയല. ദൈവം പിന്നെയും പ്രതീക്ഷയോടെ കാത്തിരിക്കും വരാൻ വേണ്ടി ദൈവം പ്രതീക്ഷയോടെ കാത്തിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഒരു രീതി. അതാണ് ദൈവം ഇങ്ങനെ കാത്തിരിക്കും. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്
അവരിൽ ദൈവം പ്രതീക്ഷ വയ്ക്കുന്നത് കൊണ്ടാണ്, ആ ജനത്തിൽ ഒരു നന്മ ചൊരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പല സമയത്തും അവർ മറുതലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നമ്മുടേതല്ലാത്ത ഒരു കുറ്റം കൊണ്ട് നമുക്കൊരു ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ മദ്യപാനം. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ കരുണ കിട്ടുന്നൊരു കാര്യമാണ്. അതായത് മദ്യപാനിക്കല്ല, മദ്യപാനത്തിൻ്റെ വിപത്ത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അത് നമ്മുടെ കുറ്റമല്ലല്ലോ, ആ വീട്ടുകാരുടെ കുറ്റമല്ല. മദ്യപാനം നടത്തി നടക്കുന്നു, പക്ഷേ വീട്ടുകാരെന്ത് തെറ്റ് ചെയ്തു? അപ്പം അവരെ ദൈവം പരിഗണിക്കും, പ്രത്യേകം പരിഗണിക്കും. ഇനി അനുതപിക്കുന്നവരെ ദൈവം പരിഗണിക്കും. അനുതപിക്കുന്നവരെ നമുക്കിപ്പോൾ നമ്മുടെ തെറ്റാണ്. ഇപ്പം മദ്യപാനി എൻ്റെ ഈശോയെ, ഞാൻ നിൻ്റെ ശരീരം നീ എനിക്ക് തന്ന ശരീരത്തെ ഞാൻ അലങ്കോലമാക്കി, ഇനി മേലെ ചെയ്യല്ല തമ്പുരാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രക്ഷിക്കും. പക്ഷേ ആരും പറഞ്ഞ കേൾക്കാത്ത വിധത്തിൽ മർക്കടമുഷ്ടി പിടിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. മർക്കടമുഷ്ടി പിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ പഴയ നിയമത്തിൽ പല സംഭവങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രാത്തോട് ദൈവം പറഞ്ഞത് എന്താ? നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടലിലെ മണൽത്തരികൾ പോലെ നിനക്ക് സന്താനം ഉണ്ടാകും. പക്ഷേ സാറ എപ്പോഴോ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു, കൂടെയുള്ള ഹാഗാറിനെ പ്രാപിക്കാൻ പറഞ്ഞു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദാസിയ. അപ്പോൾ അതിനെ പ്രാപിക്കാൻ പറഞ്ഞു. അബ്രഹാം വിചാരിച്ചു നല്ല ഐഡിയ ആണല്ലോ, കുട്ടിയില്ല, ഇനി എന്ത് ചെയ്യാനാണ്, അങ്ങനെ ചെയ്യാമെന്ന് കരുതി. പക്ഷേ കർത്താവ് പറഞ്ഞത് നിനക്ക് കുട്ടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴും സാറ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം ഹാഗാർ താൻ ഗർഭവതി ആയപ്പോൾ ഗർഭം ധരിക്കാൻ കഴിവില്ലാത്ത സാറായെ നോക്കി ഹാഗാർ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ സാറ പിന്നെ പറയാണ്, നിങ്ങൾ കാരണമാണ് എനിക്ക് ദുരിതം ഉണ്ടായത്. സാറ പറഞ്ഞു കൊടുത്ത ഉപായമാണത്. സാറ പറഞ്ഞു കൊടുത്ത ഉപായം കേട്ടിട്ടാണ് അബ്രഹാം അത് ചെയ്തത്. എന്നിട്ട് ഇപ്പം അബ്രഹാത്തിനായി കുറ്റം. പക്ഷെ അബ്രഹാം നല്ല മനുഷ്യനാണ്, ഒന്നും മറുത്തു പറയുന്നില്ല. പിന്നീട് ഈ കുട്ടികൾ ജനിച്ച് അവർ വലുതായി കഴിഞ്ഞപ്പോൾ ഇസ്മായേലും ഇസഹാക്ക് കൂടി കളിക്കാൻ തുടങ്ങി. അപ്പോൾ സാറയ്ക്ക് പിടിച്ചില്ല. എൻ്റെ മകനുള്ള അവകാശം അവളുടെ കൊച്ചിന് കൊടുക്കാൻ പറ്റിയല്ല, അങ്ങനെ പറഞ്ഞു. അബ്രഹാം എന്ത് ചെയ്യും? അബ്രഹാത്തിൻ്റെ കുട്ടികളല്ലേ രണ്ടും. അബ്രഹാം അസ്വസ്ഥനായി എന്നാ പറയുന്നത്. അബ്രഹാം അസ്വസ്ഥനായി. അപ്പോൾ അബ്രഹാം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, അവളെ പറഞ്ഞു വിട്ടേക്കും, നീ സാറ പറഞ്ഞ് അനുസരിക്കൂ. ദൈവം പറഞ്ഞു. എന്നിട്ട് അബ്രഹാത്തിനെ ദൈവം സഹായിച്ചു. കൂടെയുള്ള ഭാര്യ സഹായിക്കുന്നില്ല. പോട്ടെ, സാരമില്ല, നമ്മൾക്കിപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, നമുക്കും കുട്ടി ഉണ്ടായി, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, കുഴപ്പമില്ല, നമുക്ക് രണ്ടിനെയും കൂടി വളർത്താം എന്ന് പറയേണ്ടതിന് പകരം അതിനെ മാറ്റി നിർത്തി. അബ്രഹാം എന്ത് ചെയ്യും? അപ്പം അബ്രഹാത്തിന് പറയാൻ വേറെ ആരുമില്ലല്ലോ, ദൈവം മാത്രമല്ലേ ഉള്ളൂ. ദൈവത്തോട് പറഞ്ഞു. ഇനി ഹാഗാറിനെ അങ്ങനെ പറഞ്ഞു വിട്ടു. ഹാഗാർ എന്ത് തെറ്റ് ചെയ്തു? ഹാഗാർ വല്ല തെറ്റും ചെയ്തോ? സാറ പറഞ്ഞിട്ടല്ലേ അബ്രഹാം ഹാഗാറിനെ പ്രാപിച്ചത്. അങ്ങനെ മരുഭൂമിയിലൂടെ പോകുമ്പോൾ പട്ടിണിയായി ആ കൊച്ചിനെ ദൂരെ മാറ്റി നിർത്തിയിട്ട് ഒരു അമ്പേർ ദൂരം, ഒരു അമ്പ് ചെയ്താൽ എവിടം വരെ പോകും അത്രയും ദൂരെ കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് ഹാഗാർ, എനിക്ക് ആ കൊച്ച് മരിക്കണത് കാണാൻ എനിക്ക് വയ്യ. അപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, അത് ഹാഗാറിൻ്റെ കാര്യത്തിൽ ഉൽപ്പത്തി 21 അധ്യായമാണ്. ഉൽപ്പത്തി 21 അധ്യായത്തിൽ ഹാഗാറിനോട് ദൈവം പറയും, 21:17-18 17-18 കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവൾ വിളിച്ചു പറഞ്ഞു, ഹാഗാർ നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. കണ്ടോ, ഇത് ഒടിഞ്ഞ ഞാങ്ങണയാ, ഇല്ലേ? ചതഞ്ഞ ഞാങ്ങണ. കർത്താവ് ഒടിക്കുകയല്ല. ചതഞ്ഞ ഞാങ്ങണ കർത്താവ് ഒടിക്കുകയല്ല. അതാണ്. ഇനി അബ്രഹാത്തിൻ്റെ കാര്യം. അബ്രഹാം ആകെ പെട്ടുപോയി. അബ്രഹാത്തെ വെട്ടിലാക്കിയല്ല. നിന്റെ പാട് നോക്കി, ഞാൻ എനിക്ക് സഹായിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് ദൈവം തള്ളിക്കളഞ്ഞില്ല അബ്രഹാത്തെ. ഹാഗാറിനെ തള്ളിക്കളഞ്ഞില്ല. മോശ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് സ്വരമില്ല, എനിക്ക് വാക്ചാതുര്യമില്ല, ഞാൻ പറഞ്ഞിട്ട് ഇസ്രായേൽ ജനം തന്നെ കേൾക്കുന്നില്ല, ഇനി ഞാൻ എൻ്റെ ജനം തന്നെ കേൾക്കുന്നില്ല, പിന്നെയാണ് ഞാൻ ഫറവോയോട് പോയി പറയാൻ പോകുന്നത്, കേൾക്കുകയല്ല എന്ന് പറയുമ്പോൾ ദൈവമാണ് പറയുന്നത്, നീ പോയിട്ട് പറയാം, ഞാൻ എൻ്റെ ദൈവം അയച്ചതാണ്, ദൈവം അയച്ചിട്ട് വന്നതാണെന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചതഞ്ഞു കിടക്കുമ്പോൾ അതിനെ പിന്നെ ഒടിച്ചു കളയാതെ അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവം. പുകഞ്ഞ തിരി അത് കെടുത്തിക്കളയല്ല, പുകഞ്ഞ തിരിയെ വീണ്ടും കത്താനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവനാണ് ദൈവം. ഇനി
ലോത്തിൻ്റെ കാര്യത്തിലൊരു സംഭവമുണ്ട്. ലോത്ത് ഇത്തിരി മടിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് 19-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി 19-ാമത്തെ അധ്യായത്തിൽ ലോത്ത് സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോവുകയാണ്. ലോത്തിനോട് പറഞ്ഞ് എല്ലാം എടുത്തോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ലോത്ത് മടി പിടിച്ച് നിൽക്കുന്നു. വചനാണ്, ലോത്ത് എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അതായത് ദൂതന്മാരാണ് അവനെയും ഭാര്യയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു. മടി പിടിച്ച് നിൽക്കുന്നവരെ പോലും ചതഞ്ഞ ഞാങ്ങണ എങ്കിൽ അവിടെ കിടന്ന് നശിക്കെന്ന് പറയാതെ ചതഞ്ഞ ഞാങ്ങണയും ഒടിച്ചു കളയാതെ തമ്പുരാൻ കൈക്ക് പിടിച്ച് കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞു. അപ്പം ലോത്തിൻ്റെ ഭാര്യ ഒന്ന് നോക്കിയാൽ എന്താ കുഴപ്പമൊന്ന് നോക്കി. അതാണ് മർക്കട മുഷ്ടി രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ 30 നാളായിപ്പോയി. പക്ഷേ ബലഹീനതകൾ ദൈവം രക്ഷിക്കും. നമ്മുടെ കുറ്റം കൊണ്ടല്ലെങ്കിൽ ദൈവം രക്ഷിക്കും. അതാണ് ചതഞ്ഞ ഞാങ്ങണ ഒടിക്കല, പുകയുന്ന തിരിക്കെടുത്തുകയില്ല. ഇത് കർത്താവ് വലിയ പ്രതീക്ഷയോടെ ചെയ്യുന്നതാണ്. നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കും. നമ്മുടെ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റും. കൂടെ നിൽക്കുവോ. അപ്പം ഇങ്ങനെ ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറ്റിയിട്ടും നമ്മൾ കർത്താവിനെ വിട്ടിട്ട് മറ്റേ തൂവാല കെട്ടാനും ചരട് കെട്ടാനും താക്കോല് പൂട്ടാനും പോയാൽ കർത്താവ് എന്ത് ചെയ്യും? അതാണ് ചതഞ്ഞ ഞാങ്ങണയെ ഒടിക്കല തമ്പുരാൻ. പക്ഷേ ചതഞ്ഞ ഞാങ്ങണ ധാർഷ്ട്യം കാണിച്ചാലോ, ചതഞ്ഞ ഞാങ്ങണ വേഷം കെട്ടെടുത്താലോ? അതാണ് ചതഞ്ഞ ഞാങ്ങണ. കള്ളുകുടിയൻ ചതഞ്ഞ ഞാങ്ങണയാ. പക്ഷെ കള്ളുകുടിയൻ തീരുമാനിക്കണം, ഞാനിനി കർത്താവെ കൂടെ നിൽക്കാമെന്ന് തീരുമാനിക്കണം. വിവാഹേതര ബന്ധം പുലർത്തുന്ന പഠിക്കാത്ത കുട്ടികൾ, മാതാപിതാക്കൾ അനുസരിക്കാത്തവർ, ഇതൊക്കെ ചതഞ്ഞ ഞാങ്ങണകളാ. പക്ഷെ കർത്താവിന് പ്രതീക്ഷയുണ്ട്. കർത്താവ് ഒടിച്ച് കളയല. അത് പുകഞ്ഞ തിരി പുറത്ത്, പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് നാട്ടുകാർ തള്ളിക്കളഞ്ഞാലും കർത്താവ് തള്ളിക്കളയല. കർത്താവ് പ്രതീക്ഷ വയ്ക്കും. പക്ഷെ പുകഞ്ഞ കൊള്ളി കർത്താവിൻ്റെ കൂടെ നിൽക്കണം. പുകഞ്ഞ കൊള്ളി കർത്താവിനെ തള്ളിക്കളഞ്ഞ് അങ്ങനെ പോകാൻ പാടില്ല. അതാണ് ഇത് കർത്താവിൻ്റെ വലിയ കരുണയാണ്. ഇത് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ഇങ്ങനെ സങ്കീർത്തനം 124 പറയുന്നൊരു കാര്യമാണ്. സങ്കീർത്തനം 124, ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ, കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഇല്ല, ചെങ്കടലിലൂടെ പോകുമ്പോൾ, ചെങ്കടലിന് മുന്നിലെത്തുമ്പോൾ അവർ കർത്താവ് പക്ഷത്തില്ലായിരുന്നെങ്കിൽ ചെങ്കടൽ വിഴുങ്ങിക്കളയുമായിരുന്നു. അതാണ് കർത്താവ് പക്ഷത്തുണ്ട്, കർത്താവ് കൂടെ ഉണ്ട്. ചതഞ്ഞ ഞാങ്ങനെ രക്ഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ട്. പുകയുന്ന തിരിയെ വീണ്ടും കത്തിക്കാൻ കർത്താവ് കൂടെ ഉണ്ട്. കർത്താവിൻ്റെ കൂടെ നിൽക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടേതല്ലാത്ത കുറ്റം ചിലപ്പോൾ അത് ദൈവം ക്ഷമിക്കും. നമ്മുടേതല്ലാത്ത കുറ്റം നമ്മൾ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ സോറി പറഞ്ഞ ധൂർത്തപുത്രൻ സോറി പറഞ്ഞപ്പോഴും കർത്താവ് രക്ഷിച്ചു, സുന്ദരമായിട്ട് രക്ഷിച്ചു. അപ്പാ തെറ്റിപ്പോയപ്പാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കിട്ടിയില്ലേ? വീട്ടിൽ വരാനുള്ള പ്രത്യാശ ഉണ്ടായി. അതാണ് പ്രതീക്ഷ വയ്ക്കും. പിതാവ് പ്രതീക്ഷ വെച്ചു, അവൻ വരും എന്ന് പ്രതീക്ഷ വെച്ചു. അതാണ് ദൈവം പ്രതീക്ഷ വയ്ക്കുന്നവനാണ് ദൈവം. അപ്പോൾ അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്തൊക്കെ കിട്ടി? അവൻ ചോദിക്കാത്തതെല്ലാം കിട്ടിയില്ലേ? പലരും കുമ്പസാര കൂട്ടി വന്നിട്ട് പാപം പറയുന്നതിന് പകരം പ്രാർത്ഥനകളാ പറയുന്നത്. പക്ഷെ ധൂർത്തപുത്രൻ്റെ കഥയിലെ പ്രാർത്ഥന ഒന്നും പറയണ്ടെന്ന്, നിങ്ങൾ പാപം പറയൂ. പാപം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാത്തത് കൂടി ദൈവം തരും. അതാണ് യഥാർത്ഥത്തിൽ കുമ്പസാരം. ചോദിക്കാത്തത് കൂടി തരും. കെട്ടിപ്പിടിച്ച് ചുംബനവും തരും. അത് ധൂർത്തപുത്രന് കിട്ടി. ഇനി വേറെ ആരെങ്കിലും നമ്മളെ നാട്ടുകാർ പരസ്യമായിട്ട് നമ്മളെ അവഹേളിച്ചാൽ, അവൻ കൊള്ളരുതാത്തവനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനിപ്പം നന്നായി എന്ന് പറഞ്ഞ അപ്പൻ മൂത്ത മകനോട് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി ദൈവം സംരക്ഷണം ഒരുക്കും. അതാണ് ദൈവം ചതഞ്ഞ ഞാങ്ങനെ ഒടുക്കിയല, പുകഞ്ഞ തിരിയും അത് കെടുത്തുകയില്ല. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. നമുക്ക് ഇനിയും സാധ്യതയുണ്ട്. ദൈവം പ്രതീക്ഷ വെച്ചിരിക്കുക. ഇനിയും സാധ്യതയുണ്ട് നമുക്ക് രക്ഷപ്പെടാൻ. കർത്താവിൻ്റെ കൂടെ നിൽക്കണം. കർത്താവിന് തോന്നട്ടെ. നമ്മളിങ്ങനെ ചരട് കെട്ടാനും താക്കോല് പൂട്ടാനും അത് ഈ തൂവാല കെട്ടി തൂക്കിയിടാനും ഒക്കെ പോയി കഴിഞ്ഞാൽ കർത്താവിന് തോന്നുകയില്ല കൂടെ നിൽക്കുന്നുണ്ടെന്ന്. കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഞായറാഴ്ച ആചരിക്കുകയും കുടുംബപ്രാർത്ഥന ചൊല്ലുകയും ചെയ്ത് കഴിഞ്ഞാൽ കർത്താവിന് തോന്നും ഇവനെ രക്ഷപ്പെടുത്താൻ ഇത്തിരി എളുപ്പമാണ്. കാരണം കുറച്ചൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്ന് ദൈവത്തിന് തോന്നും. ചതഞ്ഞ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ,
വിടുതലിൻ ദൈവം എന്നേശു, ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ. വിടുതലിൻ ദൈവം എന്നേശു, നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനെ, നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ, ഹാഗാറിൻ പൈതലിൻ കരച്ചിലെ കേട്ടവനൻ ആത്മദാഹം തീർത്തിടും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് നമ്മളെ ദൈവം രക്ഷിക്കും. ചതഞ്ഞ് ഞാങ്ങണ ഒടിക്കല. എവിടെയെങ്കിലും ചതഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, പുകഞ്ഞ അവസ്ഥയുണ്ടെങ്കിൽ അതെല്ലാം ദൈവം ശരിയാക്കും. നമുക്കൊന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രതീക്ഷ വയ്ക്കുന്ന കർത്താവേ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഉറക്കമുളച്ചിരുന്ന് ഇസ്രായേൽ ജനത്തെ ആ രാത്രി ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ അങ്ങനെ പരിശ്രമിക്കുന്ന ദൈവമേ, നിന്റെ പരിശ്രമങ്ങളൊന്നും പാഴായി പോകാതെ കർത്താവേ ഞങ്ങളത് പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പുത്രനെ അയച്ച് പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇന്ന് ജീവിക്കുന്ന തമ്പുരാനായി പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുമ്പോൾ കത്തോലിക്ക വിശ്വാസ ജീവിതം ഒരു ദുരാചാരങ്ങൾക്കും വഴിമാറിക്കൊടുക്കാതെ, കത്തോലിക്ക വിശ്വാസ ജീവിതം, കൗദാശിക ജീവിതം, ഞായറാഴ്ച ആചരണം, ഇതെല്ലാം ചെയ്ത് കർത്താവെ നിന്റെ പക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ കർത്താവെ, ഞങ്ങൾക്ക് ചതവുണ്ട്, ഞങ്ങൾക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട്, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതം ചതഞ്ഞ ഞാങ്ങണ പോലെയാണ് കർത്താവെ. അത് ഒടിച്ചു കളയല്ലേ, അതിനെ ജീവിപ്പിക്കണമേ. പുകഞ്ഞ തിരി, പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയാതെ കർത്താവെ അത് വീണ്ടും എണ്ണയിട്ട് കത്തിക്കണമേ കർത്താവെ. വീണ്ടും പ്രകാശിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ ദൈവത്തോട് പക്ഷം ചേർന്ന് ദൈവത്തെ വിളിക്കുന്ന ദാസീദാസന്മാരുടെ ജീവിതത്തിൽ കർത്താവെ, ഇസ്രായേൽ ജനത്തിന്റെ അവരുടെ കഷ്ടതയിൽ ആ രാത്രിക്ക് രാത്രി ഇടപെട്ട് അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന പോലെ ഒരൊറ്റ തീർത്ഥാടനം വഴി കർത്താവെ, ഒരൊറ്റ കുർബാന വഴി ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, ജോലി ലഭിക്കട്ടെ, കടബാധ്യത മാറട്ടെ, വീട് പണി പൂർത്തിയാകട്ടെ, നല്ല ഉറങ്ങാൻ പറ്റുന്ന രാത്രികൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞൊടിയുടെ കൊണ്ട് കാര്യം ചെയ്യാൻ കഴിവുള്ള തമ്പുരാനെ, അല്പസമയം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള തമ്പുരാനെ കർത്താവെ, ചതഞ്ഞ ഞാങ്ങനെ ഒടിച്ചു കളയല്ല തമ്പുരാനെ, പുകഞ്ഞ തിരികെ അങ്ങ് കിടത്തി കളയല്ല തമ്പുരാനെ. ഞങ്ങൾക്ക് വിശ്വാസമാണ് തമ്പുരാനെ, ഞങ്ങൾ പരിശ്രമിച്ചോളാം കർത്താവെ, ഞങ്ങൾ കൂടെ നിന്നോളാം കർത്താവെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. പരിശുദ്ധമ്മേ, തമ്പുരാന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. സ്നേഹം ഉയരും കാസയിൽ നിന്നും ഉതിർന്നൊഴുകുമീ നേരം,
കാഴ്ചകൾ പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിൽ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ മാതാവിൻ്റെ സ്മരണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിവസ്തു അങ്ങേ കൃപാവർഷത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക്
നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എങ്ങളിൽ കണിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എങ്ങളിൽ കണിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണ് എങ്ങളിൽ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്മരണയാഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ കന്യകയുടെ മാതൃകയാൽ ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിക്കുവാൻ പ്രാപ്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ
പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.